ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഈ ഒരു പുഡിങ് നമ്മൾ ഉണ്ടാക്കുന്നത് തീ പോലും കത്തിക്കാതെയാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഒരു മോംസ് മാജിക് എന്ന് പറഞ്ഞൊരു ബിസ്ക്കറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുഡിംഗ് ആണെന്ന് കാണിക്കാൻ പോകുന്നത് കാണാം. അപ്പോൾ അതിനായിട്ട് ഒരു കൊച്ചു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം 1/4 കപ്പ് നമ്മൾ ബിസ്ക്കറ്റിൻ്റെ അളവനുസരിച്ചിട്ട് 1/4 കപ്പ് എന്നുള്ളത് കൂടുതൽ എടുക്കുക കേട്ടോ. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിന് 1/4 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ കാപ്പിപ്പൊടി, ഇത് ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കാരണം ഇതിനകത്ത് കാപ്പിപ്പൊടിയൊക്കെ ഒന്ന് നന്നായി അലിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ 5 മിനിറ്റ് കഴിഞ്ഞു. ഞാനിനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാപ്പിപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സായി വന്നിട്ടുമുണ്ട്. അപ്പം ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ബിസ്ക്കറ്റ് എടുക്കണം. ബിസ്ക്കറ്റ് എന്ന് പറയുന്നത് ഞാനിന്നിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് മോംസ് മാജിക് എന്ന് പറഞ്ഞ നാട്ടിലൊക്കെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ബിസ്ക്കറ്റാണ്. അപ്പം അതിൻ്റെ ഈ ഒരു കൊച്ചു പാക്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ചെയ്യാനുള്ളത് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ, പുഡിംഗ് ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഈ ബിസ്ക്കറ്റ് എങ്ങനെയാണ് പാത്രത്തിലൊന്ന് വെക്കുന്നത് എന്നുള്ളത് കാണിക്കാം. അപ്പോൾ ആദ്യം ഞാനൊന്ന് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഒരു കൊച്ചു ബൗളിനകത്താണ് കേട്ടോ. ഇന്ന് ഒത്തിരി ക്വാണ്ടിറ്റിയിലല്ല ഞാൻ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഈസ്റ്ററിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കി എടുക്കുന്ന ഒരു കൊച്ചു പുഡിംഗാണ്. അപ്പം ഒരു നേരത്തേക്കുള്ള പുഡിംഗാണ് ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യാനുള്ളത് നമ്മൾ എടുത്തിരിക്കുന്ന ബിസ്ക്കറ്റ്, അത് ഈ ഒരു നമ്മളൊരു പാലിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഒത്തിരി നേരം മുക്കി വെക്കരുത്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് പാത്രത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ബിസ്ക്കറ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇനി ഇതുപോലെ സൈഡുകളിലൊക്കെ സ്ഥലം ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബിസ്ക്കറ്റ് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് നമ്മുടെ പാത്രത്തിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ആ ഒരു മിക്സിനകത്ത് മുക്കിയിട്ടാണ് നമുക്കിതൊന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞാൻ ബിസ്ക്കറ്റ് ആദ്യത്തെ ഒരു ലെയർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് ക്രീം എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ചീസാണ്, ക്രീം ചീസാണ്. അത് നമുക്ക് സോഫ്റ്റ് ചീസ് എന്ന് പറഞ്ഞിട്ടും ക്രീം ചീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് 3 ടേബിൾ സ്പൂണാണ് ക്രീം ചീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒരു ബീറ്റർ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. കൂട്ടത്തിൽ ഞാൻ ഇതിനകത്തോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ തരികളോട് കൂടിയിട്ടുള്ള 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ച പഞ്ചസാരയാണെങ്കിലും ചേർക്കാം. അപ്പോൾ ഇനി ബീറ്റർ ഇല്ല എന്ന് ഓർത്ത് വിഷമിക്കേണ്ട. നമുക്കിത് വിസ്ക് വെച്ചിട്ടാണെങ്കിലും ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ മിക്സിയുടെ ജാറിനകത്താണെങ്കിലും ഇതൊന്ന് ഇട്ടിട്ട് അടിച്ചെടുത്താലും മതി. ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിത് നന്നായിട്ട് ഇതേപോലെ ഒന്ന് ബീറ്ററിൽ ഏകദേശം 1 മിനിറ്റ് സമയം എടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ളൊരു ടെക്സ്ചറിനകത്ത് കിട്ടും കേട്ടോ. ഈ ഒരു ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് വേണം നമുക്കുള്ള ക്രീം, വിപ്പ് ക്രീം, നമുക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതിന് വിപ്പിംഗ് ക്രീമെന്നും ഫ്രഷ് ക്രീമെന്നും ഡബിൾ ക്രീം എന്നൊക്കെ പറയും. അപ്പോൾ ഞാനിത് 300 ml പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഞാൻ അത് മുഴുവൻ ഒഴിക്കുന്നില്ല. ഇതിൻ്റെ പകുതി മാത്രം ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഏകദേശം ഒരു 150-60 ml എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രീസറിനകത്ത് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടെ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടും കേട്ടോ. ഞാനിതിപ്പോൾ ഫ്രീസറിനകത്ത് 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പാക്കറ്റ് 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഹാൻഡ് ബീറ്റർ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് ഇതിന് പകരം മിക്സിയിലാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിന് മുൻപ് ഐസ്ക്രീമിൻ്റെ ഒക്കെ റെസിപ്പീസൊക്കെ ഇടുമ്പോൾ മിക്സിയിൽ എങ്ങനെയാണ് ക്രീം നമുക്ക് വിപ്പ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ മുൻപ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രീമൊക്കെ ഒത്തിരി ടൈറ്റായിട്ടുള്ളൊരു ക്രീമായിട്ട് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നില്ല. ഇച്ചിരി ഒരു എന്താ പറയുക, നല്ലൊരു കേക്കിനൊക്കെ നമ്മൾ എടുക്കുന്ന ക്രീം ഉണ്ടല്ലോ, ആ ഒരു രീതിക്കാണ് എടുക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് പഞ്ചസാരയ്ക്ക് പകരം ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ വെനില എസൻസ്, അത് 1 ടീസ്പൂൺ വരെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. വെനില എസൻസ് അല്ലേ, നല്ലൊരു ഫ്ലേവറൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഞാൻ നിർത്തുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഞാനിത് കുറച്ചും കൂടെ ക്ലോസപ്പ് ആയിട്ട് കാണിക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്നുള്ളത്. കണ്ടോ, ഈ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി സ്റ്റിഫായിട്ടൊന്നും വന്നിട്ടില്ല, നല്ലൊരു പരുവാണ്. അപ്പോൾ ഇനി ഇത് സെറ്റ്
ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ബിസ്ക്കറ്റൊക്കെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് ആദ്യത്തെ ഒരു ലെയർ ക്രീം ഇട്ട് കൊടുക്കാം. പിന്നെ വീണ്ടും ബിസ്ക്കറ്റ്, വീണ്ടും ക്രീം, അങ്ങനെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ ക്രീമൊക്കെ നന്നായിട്ട് തന്നെ ഞാൻ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കൊച്ചു ടിഷ്യൂ, ഒരു കിച്ചൺ ടവൽ എടുത്തിട്ട് ഞാൻ ഈ പാത്രത്തിൻ്റെ സൈഡുകളിലൊക്കെ ആയിട്ടുണ്ട് ക്രീം, നമ്മളതൊന്ന് ലെവൽ ചെയ്ത സമയത്ത്. അപ്പോൾ അതൊന്ന് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഞാനൊരു ഡെക്കറേഷൻ അല്ലെങ്കിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാനോ അല്ലെങ്കിൽ ടോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ചോക്ലേറ്റ് ഇതുപോലെ ഒരു ഗ്രേറ്ററിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മേലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതന്നെ വേണമെന്നൊന്നുമില്ല, ഇതിന് പകരം നിങ്ങൾക്ക് കൊക്കോ പൗഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു അരിപ്പയിൽ നമുക്ക് അരിച്ച് ഇതിൻ്റെ മേലെ ഒന്നിങ്ങനെ നമ്മൾ അരിപ്പൊന്ന് തട്ടി തട്ടി കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഞാനിന്നിവിടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ചോക്ലേറ്റോ കൊക്കോ പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിലും അതും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഏത് ബിസ്ക്കറ്റാണോ എടുക്കുന്നത് ആ ബിസ്ക്കറ്റ്, ഇപ്പം ഞാനിവിടെ മോംസ് മാജിക്കാണ് എടുത്തിരിക്കുന്നത്, ആ ബിസ്ക്കറ്റിൻ്റെ ഒരു 3-4 ബിസ്ക്കറ്റ് ഒന്ന് പൊടിക്കുക. നമ്മൾ മിക്സിയിൽ തന്നെ നന്നായി പൊടിക്കുക. ഏകദേശം ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് അത് നമുക്ക് ഇതിൻ്റെ ടോപ്പിങ്ങിൻ്റെ മേലിട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് നട്ട്സ് ഇഷ്ടമാണെങ്കിൽ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനെന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ കേക്കൊക്കെ ഉണ്ടല്ലോ, ആ ഒരു കേക്കിൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു പുഡിംഗ് ആയിട്ടാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പം അതുപോലെ തന്നെ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഒക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സൈഡുകളിലൊക്കെ ആവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാനത് ഇതുപോലെ കയ്യിൽ ഇച്ചിരി ചോക്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒക്കെ ഒരു ചായ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് റെഡ് ചെറിയും ഇതിൻ്റെ മേലെ ഒന്ന് ടോപ്പിംഗ് ആയിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മോംസ് മാജിക് എന്നുള്ള ബിസ്ക്കറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യാനുള്ളത് ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഫ്രിഡ്ജിനകത്ത് വെക്കുക. ഫ്രീസറല്ല, ഫ്രിഡ്ജിനകത്ത് വെച്ച് ഒത്തിരി തണുപ്പിച്ച് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതിയാവും. ഞാൻ എന്തായാലും ഒരു 10 മിനിറ്റ് വെച്ചിട്ട് കാണിക്കാം. അപ്പോൾ 10 മിനിറ്റ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് പോലെ ഇരിക്കുന്ന നമ്മുടെ ബിസ്ക്കറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വളരെ സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ സോഫ്റ്റും സൂപ്പർ ക്രീമി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ഈ മോംസ് മാജിക് എന്ന് മാത്രമല്ല ഏത് ബിസ്ക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ആ ഒരു ക്രീം ചീസ് ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേക സ്വാദുണ്ട്. ചെറിയൊരു പുളി പോലത്തെ ഒരു സ്വാദും പിന്നെ നമ്മുടെ ക്രീമിൻ്റെ മധുരം, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മധുരമൊക്കെ ചേർത്ത് സൂപ്പർ ഡിലീഷ്യസ് ആണ്. ഇന്ന് ഈസ്റ്റർ ആണ്. ഈസ്റ്ററിന് ഇപ്പോൾ ആരും അങ്ങനെ എന്താ പറയുക, ഒരു 5-10 മിനിറ്റിനകത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പുഡിംഗ് ആണ്. ഇപ്പം തന്നെ തയ്യാറാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.